മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ഒരു നടൻ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സന്തോഷ് പണ്ഡിറ്റ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് പലപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളത് എന്ന് പറയാം. കാരണം സന്തോഷ് പണ്ഡിറ്റിന്റെ വാക്കുകൾ അത്രമേൽ എല്ലാവർക്കും വളരെയധികം വിശ്വാസമാണ്. ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന വാക്കുകളാണ് എല്ലാവരും ഏറ്റെടുക്കുകയും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുള്ള 15 പേരുടെ പേര് ഞാൻ പറയാം എന്ന് പറഞ്ഞാണ് സന്തോഷ് പണ്ഡിറ്റ് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം ഒരു പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ട്. അതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത് എന്ന് പറയണം. മലയാള സിനിമ ഭരിക്കുന്ന 15 അംഗ പവർ ടീമിന്റെ ലിസ്റ്റ് പുറത്തു വന്നു. ഞാൻ പറയാം അവരാരൊക്കെയാണെന്ന്. എന്നിട്ട് ഓരോ അക്കങ്ങളായിട്ട് ഓരോ പേരുടെയും പേര് എടുത്തു പറയുകയാണ്. ഉരുക്കു സതീശൻ, ടിന്റുമോൻ എന്ന കോടീശ്വരൻ, ചിരഞ്ജീവി IPS, ബ്രോക്കർ പ്രേമചന്ദ്രൻ, പവനായി, കൊപ്ര പ്രഭാകരൻ, അനന്തൻ നമ്പ്യാർ, മുണ്ടയ്ക്കൽ ശേഖരൻ, ഹൈദർ മരക്കാർ, കടയാടി ബേബി, കൊളപ്പുള്ളിയപ്പൻ, മോഹൻ തോമസ്, കീരിക്കാടൻ ജോസ്, ജോൺ ഹോനായി, കീലേരി അച്ചു. പവർ ഗ്രൂപ്പിലുള്ളത് പേരും അഡ്രസ്സും ആധാറും ഒന്നുമില്ലാത്ത 15 അദൃശ്യരായ മനുഷ്യന്മാരാണെന്ന് ഇനിയും ആരും പറയരുത്. നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല. കൂടുതൽ നടിമാർ ആക്രമണത്തിന് ഇരയായി എന്നതിന് തെളിവുണ്ടത്രേ. പക്ഷേ ആ പ്രമുഖ നടിമാർ കേസ് കൊടുക്കില്ല എന്നും പറയുന്നുണ്ട്. ഭൂരിഭാഗം സിനിമാ സെറ്റിലും ലഹരി ഉപയോഗം വ്യാപകമാണെന്ന് നടിമാർ പറയുന്നു. സിനിമാ സ്ക്രീനിൽ യൂത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും പിന്നണിയിൽ A സർട്ടിഫിക്കറ്റ് ആണത്രേ. നടിമാർ ഉറങ്ങിയോ, സുഖനിദ്ര കിട്ടിയോ എന്ന് ഉറപ്പുവരുത്താൻ ഏതെങ്കിലും പ്രമുഖ നടന്മാർ രാത്രിയിൽ വാതിലിൽ 10 തവണ മുട്ടിയാൽ ചില നടിമാർ തെറ്റിദ്ധരിക്കുന്നു. ആ വാതിൽ മുട്ടുന്നത് പിന്നീട് കെയർ ആൻഡ് കെയർ എന്ന് മനസ്സിലാക്കുന്നില്ല. കേരളത്തിലെ സർവ്വ മേഖലകളിലും ഇതുപോലെ വനിതകളുടെ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് സർക്കാർ ഇടപെട്ട ഉടനെ കമ്മീഷൻ വയ്ക്കണം. പാവം സിനിമാക്കാരെ മാത്രം മാനം കെടുത്തുന്നത് ശരിയല്ല. രാഷ്ട്രീയ മേഖലയിൽ മാത്രം സ്ത്രീ ചൂഷണം ചെയ്തത് മനസ്സിലാക്കുവാൻ കമ്മീഷൻ വേണ്ട. കാരണം അതിലും പ്രതിസ്ഥാനത്ത് പ്രമുഖ MLA, പ്രമുഖ MP ഒക്കെ വന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ അവസ്ഥയാകും. 1 കോടി രൂപയോളം ചെലവാക്കിയാണ് കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയത്. മലയാള സിനിമയിലെ തന്നെ മുല്ലപ്പെരിയാർ ഡാം എന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷനെ കുറിച്ച് പൊതുവെ പറയുന്നത്. ഈ റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നതും അതേ വാക്കുകൾ തന്നെയാണെന്ന് പറയാം. പക്ഷേ ഇതിൽ പേരുകളോ വിവരങ്ങളോ ഒന്നുമില്ല. 35 കൊല്ലം മുമ്പുള്ള കേസൊക്കെ എങ്ങനെ തെളിയിക്കുമെന്നതിലൊരു ധാരണയുമില്ല. വാൽകഷ്ണം ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ, ഇരകൾ പരാതിയില്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് എന്ത് ഗുണം? ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ പുതുതായി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചു വരുന്ന യുവതികൾക്കും അവരുടെ അമ്മമാർക്കും എങ്ങനെ കൂടുതൽ അവസരങ്ങൾ നേടി പ്രമുഖ നടിയാകാമെന്ന് പറയാതെ പറയുന്ന നല്ലൊരു സ്റ്റഡി ക്ലാസ് ആണ് ഈ റിപ്പോർട്ട് എന്നല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത്. സന്തോഷ് പണ്ഡിറ്റിന്റെ വാക്കുകൾ കണ്ട് എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. സിനിമയ്ക്കെതിരായി സംസാരിക്കാൻ സിനിമയ്ക്കുള്ളിൽ തന്നെ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് തന്റെ ചങ്കൂറ്റം കൊണ്ടാണെന്ന് പ്രേക്ഷകർ പറയുന്നു. സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞതിലാണ് കാര്യങ്ങൾ മുഴുവനും. പേര് വെളിപ്പെടുത്താതെ എങ്ങനെയാണ് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനാവുക? ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക തന്നെ ചെയ്യണമെന്നും പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.